ഹലോ! മെലോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. ഓടിപ്പിടിച്ചിടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ദൈവമേ! ഒട്ടും സമയമില്ലെന്ന് വെച്ചാൽ കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. കാരണം നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കുകയും വേണം, അതുപോലെ തന്നെ പാക്ക് ചെയ്യണം, അതുപോലെ തന്നെ അയക്കണം. എല്ലാ കാര്യങ്ങളും കൂടെ ആവുമ്പോ എനിക്ക് വീഡിയോ എടുക്കാൻ ഒട്ടും സമയം കിട്ടില്ല. എങ്കിലും കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ശർക്കര വരട്ടി, ചിപ്സൊക്കെ റെഡിയാവുന്നുണ്ടെന്ന്. അന്നേരം തന്നെ ധാരാളം പേര് ഓർഡർ തന്നായിരുന്നു കേട്ടോ. അതിൻ പ്രകാരം ഒന്നുകൂടി അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഓർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്രാവശ്യം ശർക്കര വരട്ടിയും ചിപ്സും അങ്ങനെ ചെയ്യണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷെ സ്ഥിരമായിട്ട് വാങ്ങുന്ന കുറച്ച് പേര് ബെൻസി എന്താണ് ചെയ്യാത്തത്, കുറച്ചെങ്കിലും ചെയ്തൂടെ എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ സമയവും കിട്ടിയില്ല കേട്ടോ. അതാണ് കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പം വെളിച്ചെണ്ണയിൽ ചെയ്ത ചിപ്സാണ്, അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ചെയ്ത ശർക്കര വരട്ടിയാണ്. നല്ല സോഫ്റ്റ് ശർക്കര വരട്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുറച്ചേ ഉള്ളൂ, വേണ്ടവർ ഓർഡർ ചെയ്തോണേ. അതിനുവേണ്ടിയാണ് മെയിനായിട്ടും ഈ വീഡിയോ ഇട്ടത്. അറിയാൻ വയ്യാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാനായിട്ട്. ഇത് പാക്കിങ്ങിന്റെ സമയം, അതുപോലെ കുറച്ച് പാക്ക് ചെയ്ത ഇവിടെ കടയിൽ വെച്ചു, കുറച്ച് അകത്തുണ്ട് ഇനി പാക്ക് ചെയ്യാൻ. അതിന്റെ പാക്കിംഗ് നടക്കുന്നു. അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കഴുകി ഉണങ്ങിയ മുളക് പൊടി, മല്ലിപ്പൊടികൾ, ചിക്കൻ മസാല, സാമ്പാർ മസാല, ഗരം മസാലയൊക്കെ ആണെങ്കിൽ ആഴ്ച എനിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഗരം മസാല ചെയ്ത് 8ന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഞാൻ പണ്ടൊരു മിക്സി കാണിച്ചിട്ടില്ലേ, വലുത് ഞങ്ങൾ മേടിച്ചത് ഈ ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ചെയ്യാനായിട്ട്. ആദ്യ ബാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതെനിക്ക് പണി തന്നു. അതിൻ്റെ അകത്തെ ആ ബ്ലേഡ് ഉണ്ടല്ലോ, അത് ഇളകിപ്പോയി. ജോസാൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ സാധാ നോർമൽ ചെറിയ ജാറുണ്ടല്ലോ, അതെടുത്തിട്ട് അതിനകത്താണ് ചെയ്തത്. മറ്റേതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് സംഭവം നടക്കുമേ. ഒരു 6-7 പ്രാവശ്യമായിട്ടങ്ങ് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് ഒരു പ്രാവശ്യം ഇടുന്നത് ഈ ചെറിയ ജാറിലൊരു 2.5 പ്രാവശ്യം, അതാണ് കണക്ക്. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഞാൻ രാവിലെ 8:30-ക്ക് ഗരം മസാല പൊടിക്കാൻ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 12:30 ആയി തീർന്നപ്പോൾ. കാരണം ജാർ അങ്ങ് ചൂടാവുകയും ചെയ്യുമല്ലോ, അതനുസരിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടല്ലേ പിന്നെ പൊടിക്കാൻ പറ്റത്തുള്ളൂ. അതാണ്ടേ ഇതാണ് എനിക്ക് പണി തന്നത്. ജോസാൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി തന്നെ. എനിക്കിതേക്കുറിച്ചൊന്നും അറിയത്തുമില്ല. അങ്ങനെയാണ് അത് പിന്നെ മാറ്റി വെച്ചിട്ട് മറ്റേ ചെറിയ ജാറിൽ ചെയ്തത്. ഗരം മസാലയൊക്കെ ഒരാൾ തന്നെ 2ഉം 3ഉം കിലോ ഒക്കെയാണ് മേടിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഈ ആഴ്ച എത്ര കിലോ എടുത്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ പുറത്തോട്ട് അമേരിക്ക, UK, കാനഡയൊക്കെ 8 കിലോ, 10 കിലോ, 7 കിലോ ഇങ്ങനെയൊക്കെയാണ് കാശ്മീരി പോകുന്നത്. അതനുസരിച്ച് നമ്മൾ സ്റ്റോക്ക് ആക്കുന്നുമുണ്ട് കേട്ടോ. അതാണ് എനിക്ക് എല്ലാ സ്റ്റോക്കും കൂടെ വെച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ്. വരുന്നത് ഉടനെ അങ്ങ് തീരുവാണ്. ഇതിനിടയ്ക്ക് ചമ്മന്തിപ്പൊടി ചെയ്തു. ഇന്നലെയായിരുന്നു ചമ്മന്തിപ്പൊടി ചെയ്തത്. അതിന്റെ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഇത്തിരിയെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന്. അങ്ങനെ ചമ്മന്തിപ്പൊടി ഒരു 15 കിലോ സ്റ്റോക്ക് ആയിട്ടുണ്ട്. അത് പെട്ടെന്ന് തീരും കേട്ടോ. കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ, അത് തീർന്നു. അപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്നത് 2 പാത്രത്തിലായിട്ടാണ്. ആ ഒരു പാത്രത്തിലെ മേശപ്പുറത്ത് പാക്കിംഗ് നടക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ ഇതെടുത്തുകൊണ്ട് പോയി പാക്ക് ചെയ്യണം. വറുത്ത തേങ്ങയും അതുപോലെ സ്റ്റോക്ക് ആയിട്ടുണ്ട്. ചമ്മന്തിപ്പൊടിയൊക്കെ പാക്ക് ചെയ്ത് ഇതുപോലെ ഒരു കവറിനകത്താക്കി വെച്ചു. 1/2 കിലോയുടെയും 1/4 കിലോയുടെയും പാക്കറ്റായിട്ട്. വറുത്ത തേങ്ങയും സ്റ്റോക്ക് ആയിട്ടുണ്ട്. കുറേ സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും വറുത്തീയലോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും റെഡിയാണ്. അതുപോലെ തന്നെ ചക്ക വരട്ടിയത് ഓർഡറിൻ പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ മെസ്സേജ് ഇടാം. എൻ്റെ ഓർമ്മയിൽ ഞാൻ കുറച്ച് പേരുടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് പേയ്മെന്റ് ചെയ്തവരുമുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാറ്റസ് ഇടാം കേട്ടോ. നിങ്ങളൊന്ന് സ്റ്റാറ്റസ് നോക്കിക്കോണേ, കാണുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോഴത്തേക്ക് എന്താ, അടുത്ത സ്റ്റോക്ക് ഇന്ന് തന്നെ വന്നു. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നാണ് തീരുന്നത്. എനിക്ക് ഗരം മസാല ഇപ്പോൾ ഒരു 4 ദിവസത്തേക്ക് കാണത്തുള്ളൂ ഇത്. ഞാൻ 6 കിലോയുടെ ബാച്ചാണ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ എൻ്റെ മിക്സിക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത ബാച്ച് ഉടനെ വീണ്ടും ചെയ്യണം. അതിൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോക്ക് ആക്കിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടി തരാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. കുറച്ച് കൊറിയറുകൾ വരാനുണ്ടായിരുന്നു. കായം, ചുക്കുകരിപ്പൊടി, കൂവപ്പൊടി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോൽ, പിന്നെ പാം ഷുഗർ, ജാഗറി പൗഡർ, ദാഹശമിനി, കസ്തൂരി മഞ്ഞൾ, ഇന്ദുപ്പ്, ഇതൊക്കെ വരാനുണ്ടായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് വന്നു. എല്ലാം സ്റ്റോക്ക് ആക്കുവാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് കൊറിയർ എന്ന് പറയുന്നത് ഇവിടുന്ന് അടുത്ത ചൊവ്വാഴ്ച വരെ കൊറിയർ ഉണ്ട്. അതായത് 25-ാം തീയതി വരെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഓർഡർ തന്നോളൂ. നാളെ തന്നെ ഇവിടുന്ന് അയക്കാം. നെയ്യ് എല്ലാം റെഡിയാണ്. ഇതൊക്കെ അയക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ പാക്കിങ് നടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ കൊറിയറുകൾ ധാരാളം അയക്കാനുണ്ട്. വിദേശത്തുനിന്ന് വന്നവരുടെ കൊടുത്തു വിടാനുണ്ട്. അറിയട്ടോ, ചക്ക വരട്ടിയത് 1 കിലോ, ലെമൺ ഗാർലിക് 1 കിലോ, ജാഹറി പൗഡർ 1/2 കിലോ, പിന്നെ ലെമൺ പിക്കിള് എത്ര 1 കിലോ, നെയ്യ് 1/2 കിലോ. നെയ്യ് 1/2 കിലോ ആണോ 1 കിലോ? 1/2 കിലോ. ഫിഷ് പിക്കിള് 1 കിലോ,
മാങ്ങ 1.5 കിലോ, നെല്ലിക്ക 1 കിലോ, പൂവപ്പൊടി 1/2 കിലോ, ചമ്മന്തിപ്പൊടി 1 കിലോ, ചമ്മന്തി 1.5 കിലോ, ചമ്മന്തിപ്പൊടി 1.5 കിലോ, പിന്നെ വൂം ഹീലിംഗ് ക്രീം എത്ര 4, തേങ്ങ വറുത്തത് 1 കിലോ. പലരും ഓണത്തിന്റെ മറ്റ് സാധനങ്ങളൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വടുകപ്പുളി അച്ചാർ ഉണ്ടായിരുന്നു, തീർന്നതാണ്. അതിന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് തീർന്നു. ഞാൻ മറ്റൊന്നും ചെയ്യാത്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും കൂടെ സമയം കിട്ടുന്നില്ല. മെയിനായിട്ടുള്ള ശർക്കര വരട്ടിയും അതുപോലെ തന്നെ ചിപ്സും ഇതാണല്ലോ മെയിൻ. അത് റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷമല്ലേ. ഈ 4 വർഷമായിട്ട് സ്ഥിരം ലീവിന് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മാത്രം സാധനം മേടിക്കുന്നവരുണ്ട്. അത് നമ്മുടെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടതുകൊണ്ടും സാധനം ഇഷ്ടപ്പെട്ടതുകൊണ്ടുമാണല്ലോ. കാരണം നമ്മുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നുവെന്ന് നമ്മൾക്ക് തന്നെ അറിയാനുള്ള ഒരു എക്സാമ്പിളാണ് വാങ്ങിയവർ തന്നെ വീണ്ടും വാങ്ങുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർ ഓർഡർ തരുമ്പോൾ അവർക്കും സാധനം കൊടുക്കണ്ടേ. നമ്മൾക്ക് ഇത് മാത്രമല്ലല്ലോ. അതായത് 1-2 കിലോ അല്ല, 35 കിലോ, 40 കിലോ, 45 കിലോ, 50 കിലോ സാധനങ്ങൾ വരെ കൊണ്ടുപോകുന്നവരുണ്ട്. അമേരിക്ക, UK, ഗൾഫ് കൺട്രീസിലും പലയിടത്തും. നാട്ടിലുള്ളവർ മേടിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ചെയ്തു വരുമ്പോൾ സമയം തികയത്തില്ല. പാക്കിംഗ് എന്നൊക്കെ പറയാൻ നമ്മൾ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. ജോലിക്കാരെ വെച്ചാൽ ശരിയാവത്തില്ല. അത് ബോട്ടിൽ ഫില്ല് ചെയ്യുക എന്നുള്ളത് ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല, എനിക്ക് തന്നെ ചെയ്യണം. ഇനി മുൻപോട്ട് പോകുന്തോറും അതിനുവേണ്ടി വേറെ ആളുകളെ വെക്കുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇതുവരെ ഉള്ള ബിസിനസ്സിൽ ഞാൻ സംതൃപ്തയാണ്. എല്ലാത്തിലൂടെ കൈയിട്ട് വാരി അതും വേണം ഇതും വേണം അങ്ങനെയൊന്നുമില്ല. ഉള്ളതിൽ സംതൃപ്തിയാണ്. ഉള്ളവർക്ക്, ഓർഡർ എടുക്കുന്നവർക്ക് നല്ലതുപോലെ കൊടുക്കണം, ആ ഒരു ചിന്തയേ ഉള്ളൂ. അപ്പം രാത്രി എല്ലാം പാക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ചിപ്സും ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ചിലർക്ക് ചിപ്സൊക്കെ പൊന്തിയിരിക്കും, അതുകൊണ്ട് ഒരേ അഡ്രസ്സിൽ തന്നെ 2 പാഴ്സലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രാത്രി എനിക്കൊന്ന് വെളുപ്പിന് ഏകദേശം 1 മണിയായി കാണും. ഞങ്ങൾ ഈ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം എടുത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ, രാവിലെ കൊറിയർ അയക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ഓണത്തിന് മുമ്പ് തന്നെ തീർച്ചയായിട്ടും കിട്ടും. കൊറിയർ ഇവിടുന്ന് 24-ാം തീയതി വരെ അയക്കാൻ പറ്റും. ഈ സൺഡേയും കൊറിയർ ഉണ്ട്. 23-ാം തീയതി, 24-ാം തീയതി അയച്ചാൽ 25-ാം തീയതിയോടെ കൊറിയർ, അല്ലെങ്കിൽ 24-ാം തീയതി വരെ കൊറിയറുകൾ കിട്ടും. അത് കഴിഞ്ഞാൽ 3 ദിവസം കൊറിയർ അവധിയാണേ. അപ്പം 24-ന് മുമ്പ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഓർഡർ തന്നാലേ പറ്റത്തുള്ളൂ. നാളെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് സാധനം അയക്കാം.